പ്രവിച്ചേട്ടാ, അച്ഛനൊന്ന് വിളിച്ചു നോക്കിയേ. എന്തേടി, എന്തിനാണ് അച്ഛനെ വിളിക്കണേ? അച്ഛൻ കറി വെക്കാൻ മുട്ട സാധനങ്ങൾ മേടിക്കാൻ പോയതാ. എത്ര നേരായി കാണില്ല. മോളെ, അച്ഛൻ ഫോൺ കൊണ്ടുപോയിട്ടില്ലാട്ടാ. അതെ, ഞാൻ ആ കാട്ടയല്ല ലാൽ ചേട്ടനൊന്ന് വിളിച്ചോ. ആ, ലാലിനെ വിളിച്ചാ കടയിൽ നിന്ന് പോന്നെങ്കി അറിയാ. ഹലോ, ലാൽ ചേട്ട പ്രവിയാണ്. അച്ഛൻ വന്ന അവിടെ? ഒന്നുമില്ല, കറിക്ക് മുട്ട മേടിക്കാൻ വന്നതാണേ. കൊറേ നേരായി കാണാതെ വിളിച്ചാണ്. അതെ, ഒന്നും വാങ്ങിയില്ലേ? സിഗരറ്റാ? അതെ, ഏത് ചേച്ചി? ആ, ശരി ചേട്ടാ, ശരി, ഓക്കേട്ടാ. എന്ത് പ്രവിച്ചേട്ടാ? ഒന്നുമില്ല, കറിക്ക് വേറെ എന്തെങ്കിലും നോക്കിക്കോ. അതെന്താടാ? അമ്മേ, അച്ഛൻ കടയിൽ ചെന്നപ്പോ ഏതൊരു ചേച്ചി ഉണ്ടായത്ര. അതിനെന്ത്? പ്രവിച്ചേട്ടൻ ലാൽച്ചേട്ടൻ എന്താ പറഞ്ഞേന്ന് പറ. എടി, മുട്ട മേടിക്കാൻ പോയ പൈസക്ക് അച്ഛൻ ആ പെണ്ണിന്റെ മുന്നിൽ സിഗരറ്റ് വലിച്ചെന്ന്. സിഗരറ്റാ? അതിനച്ഛൻ വലിക്കാറില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല, ലാൽ ചേട്ടൻ പറഞ്ഞതാ. സിഗരറ്റ് വലിച്ച് 100 രൂപ കൊടുത്ത്, ബാക്കി കൊടുത്തപ്പോ വേണ്ട നീ വെച്ചോളം പറഞ്ഞത്രേ. ആ ചേച്ചിനോട് അച്ഛന് ബിസിനസ് ആണെന്നൊക്കെ തള്ളി മറിക്കണ്ടായിരുന്ന ലാൽ ചേട്ടൻ പറഞ്ഞു. ബിസിനസാ? ആ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് TV കാണുന്ന അച്ഛന് എന്ത് ബിസിനസ്? ആ, എനിക്കറിയില്ല. ആ, ദേവരന് ചോദിക്ക്. നിങ്ങൾ പോയിട്ട് എത്ര നേരായി? നിങ്ങൾ കോഴിനെ കൊണ്ട് മുക്കി മൊട്ടിടിച്ചിരുന്നാണ്. അത്ര തിരക്കണ നിനക്ക് പോയി മേടിക്കായിരുന്നില്ലേ? അത് പോട്ടെ, മുട്ട എവിടെ? മോളെ, ഞാൻ പറയണത് നീ ഒന്ന് കേൾക്കട്ടാ. അച്ഛൻ കാര്യം പറയാ. അച്ഛൻ എന്താണ്? മുട്ട പിടിക്കുന്ന 100 രൂപയില്ലേ, എൻ്റെ കളഞ്ഞു പോയി. കളഞ്ഞു പോയെന്നാ? ആ, എവിടെ പോയെന്നറിയില്ല. കുറേ നോക്കി, കിട്ടിയില്ല. അല്ലച്ചാ, അപ്പൊ ഇന്ന് കറിയൊന്നും വെക്കണ്ടേ? എങ്ങനെ മോളെ കടയിൽ നിന്ന് മുട്ടൊക്കെ കടം മേടിക്ക? നമുക്കൊക്കെ നിലയും വരില്ലേ? അല്ല, ആരും കരുതും. അത് ശരിയാ, പ്രത്യേകിച്ച് അച്ഛനൊരു നിലമേലുള്ള ആളാണ്. അതെന്താടാ നീ കുത്തി പറയണേ? ഹേയ്, ഒന്നുമില്ല. നിങ്ങള് ബിസിനസ്സുകാരനാകുമ്പോ ഒരു നിലയും വിലക്ക് ഉണ്ടാവുമല്ലോ. ബിസിനസ്സുകാരനാ? ആ, ഞാൻ കാണാതായപ്പോ ലാൽച്ചേട്ടനെ വിളിച്ചിരുന്നു. നിങ്ങൾ സിഗരറ്റ് വലിച്ചിട്ടേ 100 രൂപ ടിപ്പ് കൊടുത്ത കാര്യം ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങള് കാശ് കളഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ? അവൻ അങ്ങനെ പറഞ്ഞ? ആ, അവനങ്ങനെ പറഞ്ഞു. അത് മാത്രല്ല, ഏതൊരു ചേച്ചിനോട് തള്ളി മറിച്ചതും പറഞ്ഞു. ആഹാ, അവൻ ആള് കരുതിയ പോലെ അല്ലല്ലേ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, എന്റെ ടിപ്പും വാങ്ങി അവരെനിക്ക് പാര വെച്ചല്ലേ. വേഗം ചെല്ലാൻ നോക്ക്. ഇവിടുന്ന് കൊണ്ടുപോയ 100 രൂപയും കൊണ്ടുവരണം, ഒട്ടേ സാധനങ്ങളും കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം കിട്ടൂലെന്ന്. ഡി മോളെ, അച്ഛനൊരു 100 രൂപ തന്നേടി. അച്ഛൻ വലിയ ബിസിനസ്സുകാരനൊക്കെ അല്ലേ, നമ്മള് പാവങ്ങള്. എന്റെ കയ്യിലൊന്നുമില്ല. ആഹാ, അപ്പൊ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാണല്ലേ? അതെ, ഒറ്റക്കെട്ട. വേഗം പോയി പറഞ്ഞതെല്ലാം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇവിടുന്ന് കിട്ടൂലട്ടാ. അപ്പൊ നീ സീരിയസ് ആയിട്ടാണല്ലേ? അത് നേരത്തെ പറയണ്ടേ? ഇപ്പൊ കൊണ്ടുവരാ. പെട്ടല്ലോ, നല്ല അള്ളി കൊടുത്ത ടിപ്പ് കിട്ടണാവോ?